ജിൻഡോ ജോൺ, കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഉണ്ടാക്കിയ നിയമം, ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും കാര്യങ്ങൾ നടക്കുന്നത്. സൈന്യം സേവനം നൽകിയാൽ അതിന് ബില്ല് വരും. അത് ഞങ്ങൾ ഉണ്ടാക്കിയ നിയമമല്ല, ഉള്ള വ്യവസ്ഥകൾ പാലിക്കുന്നു. ഇതാണ് കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ ശ്രീ പത്മനാഭൻ്റെ ഒരു വാദം. മാത്രമല്ല, പാർലമെന്റിന് പുറത്തുനിന്ന് പ്രിയങ്ക ഗാന്ധി നേതൃത്വം നൽകിയ പ്രതിഷേധത്തിൽ വയനാടിനെ അവഗണിക്കുന്നതിൽ രാഷ്ട്രീയമുണ്ടെന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ പലരും കോൺഗ്രസിനെ വിമർശിക്കുന്നത്, പ്രത്യേകിച്ച് CPM-ൽ നിന്നുണ്ടാകുന്ന വിമർശനം, കോൺഗ്രസ് കേന്ദ്രത്തെ സ്പെയർ ചെയ്യുകയും സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുകയും ചെയ്യുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നാണ്. ഗോപി, ഇതിലൊരു കാര്യം, ഇത് ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് മാറിയിട്ട് 11 വർഷമായല്ലോ. കോൺഗ്രസിൻ്റെ കാലത്തുണ്ടാക്കിയ ഒരു നിയമമാണ് ഇതിലെ പ്രശ്നമെങ്കിൽ, ഈ 11 വർഷക്കാലം ഇതൊരു മോശപ്പെട്ട കാര്യമാണെങ്കിൽ എന്തുകൊണ്ടാണ് BJP അത് തിരുത്താത്തത്? ഒന്നാമത്തെ ചോദ്യം. ഇനി 2, 11 വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യം കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ഇടത് പാർട്ടികൾ ഉൾപ്പെടെ കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസ് UPA സർക്കാർ ഈ രാജ്യം ഭരിക്കുന്ന കാലത്തും ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ, നാച്ചുറൽ കലാമിറ്റീസൊക്കെ ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട്. അന്ന് എങ്ങാനും ഇത്തരത്തിലുള്ള ഒരു വാർത്ത നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇവിടെ ഇത്തരം വാർത്തകൾ, ഈ BJP സർക്കാരിൻ്റെ തോന്നിവാസങ്ങൾ വാർത്തയാകുന്നതിലാണ് പ്രശ്നം. അവർക്ക് എന്ത് പോക്കിരിത്തരവും ചെയ്യാം. ഒരു ജനതയെ മുഴുവൻ കൊള്ളയടിക്കാം, സർവ്വ രീതിയിലും സമസ്ത മേഖലയിലും കൊള്ളയടിക്കാം. പക്ഷേ ആ ജനത ഒരു പ്രയാസത്തിൽപ്പെടുമ്പോൾ, ദുരന്ത ഭൂമിയിൽ നിൽക്കുമ്പോൾ അവരത് അതിൻ്റെ മറിയാക്കി കൊള്ളയടിക്കാൻ നോക്കുക. എന്നിട്ട് അത് വാർത്തയാകുന്നതിന് ആക്ഷേപിക്കുകയാണ്. എന്നിട്ട് 11 വർഷം മുമ്പ് ഈ രാജ്യം ഭരിച്ചതിൽ നിന്ന് പുറത്തേക്ക് പോയ ഒരു പാർട്ടിയെയും അല്ലെങ്കിൽ മുന്നണിയെയും ആക്ഷേപിക്കുന്നു. ഇവർക്ക് എന്ത് പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻ്റ് ആണ് ഈ ജനതയോടുള്ളത്? അതിനൊരു മറുപടി പറയണ്ടേ? ഇനി ഒരു കാര്യം ഞാൻ പറയുന്നത്, 2020 തൊട്ട് 2024 വരെയുള്ള കാലഘട്ടത്തിൽ കോർപ്പറേറ്റ് കമ്പനികളുടെ 10 ലക്ഷം കോടി രൂപയാണ് അവരുടെ എഴുതിത്തള്ളിയിട്ടുള്ളത്, പൊതുമേഖലാ ബാങ്കുകൾ എഴുതിത്തള്ളിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു സാധാരണക്കാരന് ഒരു ആശ്വാസകരമായിട്ടുള്ള നടപടി ഈ 11 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ നടന്നിട്ടുണ്ടോ? കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. പ്രളയ സമയത്ത് അവർ അരി തരും, പിന്നീട് പ്രളയം മാറുമ്പോൾ അരിയുടെ പണം വാങ്ങും. ആ പ്രളയ സമയത്ത് അരി തരുമ്പോൾ പറയും മോദിയുടെ കരുണാ കടാക്ഷം എന്ന്. അതുപോലെ തന്നെ പ്രളയ സമയത്ത് എയർ ലിഫ്റ്റിംഗ് നടത്തിയാൽ മോദി വിമാനം അയച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഹെലികോപ്റ്റർ അയച്ചതുകൊണ്ടാണ് ആളുകളെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതെന്ന് പറഞ്ഞ് ഇവർ വലിയ PR വർക്ക് നടത്തും. അത് കഴിയുമ്പോൾ അതിൻ്റെ പണം വാങ്ങും. അത് സമാനമല്ലേ മുണ്ടക്കൈയിലെ ദുരന്തത്തിലും? മോദി ഒരു ഡിസാസ്റ്റർ ടൂറിസം നടത്തുന്നു, വലിയ കരുണാമയനായ മോദിയുടെ സന്ദർശനം മാധ്യമങ്ങൾ വാർത്തയാക്കുന്നു. അന്നൊക്കെ മാധ്യമങ്ങൾ ഇവർക്ക് വലിയ പലഹാരമായിരുന്നു. ഇന്ന് മോദി വാക്ക് പാലിക്കാത്ത മോദി സർക്കാരിനെതിരെ മാധ്യമങ്ങൾ വാർത്ത കൊടുത്താൽ അത് മാധ്യമങ്ങളുടെ അജണ്ട, പ്രതിപക്ഷത്തിൻ്റെ ദുഷ്ടലാക്ക് എന്നൊക്കെ പറയുന്നു. ഈ ചർച്ചയിൽ ശ്രീ പത്മനാഭൻ ഒരു മറുപടി പറയണം. BJP-യുടെ ഒരു MP സുരേഷ് ഗോപി കേരളത്തിൽ നിന്ന് ജയിച്ചു പോയിട്ടുണ്ടല്ലോ. ഇവിടെ നിന്ന് ഒരു MP-യെ കിട്ടിയാൽ ഇവിടെ എന്തൊക്കെയോ മലമറിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ മറ്റൊന്നും മറിക്കേണ്ട. ആ മുണ്ടക്കൈയിലെ V. മുരളീധരൻ പറഞ്ഞ പോലെ ഒരു പഞ്ചായത്ത് മുഴുവൻ പോയിട്ടില്ലെങ്കിലും ഞങ്ങളെപ്പോലുള്ള മനുഷ്യർക്ക് ദുഃഖകരമായിട്ട് 3 വാർഡിൽപ്പെട്ട 100 കണക്കിന് മനുഷ്യർ ഇപ്പോഴും കുറേ ആളുകളെ മണ്ണിൻ്റെ അടിയിലാണ്, കിട്ടിയിട്ട് പോലുമില്ല. ആ മനുഷ്യരുടെ വിലാപത്തിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. ഞങ്ങൾ അവരോട് അനുഭാവപൂർവ്വമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. BJP-യുടെ നിലപാടെന്താ? അവരെ പരിഗണിക്കണമോ? അവർക്ക് ദുരിതാശ്വാസം കൊടുക്കണമോ? അവർക്ക് ദുരന്തത്തിൽ നിന്ന് കരകയറാനുള്ള മാർഗങ്ങളും കൊടുക്കണമോ? എന്താണ് നിങ്ങളുടെ പദ്ധതി? നിങ്ങൾ എന്തുകൊണ്ടാണ് കേരളത്തിന് ഒരു പാക്കേജ് പ്രഖ്യാപിക്കാത്തത്? കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ? ഇവിടുന്ന് ജയിച്ചു പോയ സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമാണല്ലോ. അദ്ദേഹം കേരളത്തിൽ നിന്നാണല്ലോ MP ആയി ജയിച്ചത്. അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്? കേരളത്തിലെ ഈ മഴക്കെടുതി ഉണ്ടായപ്പോൾ ത്രിപുരയ്ക്ക് 40 കോടി, പ്രളയം ഉണ്ടായപ്പോൾ ആന്ധ്രാപ്രദേശിനും തെലങ്കാനയ്ക്ക് 3448 കോടി, സംഭവങ്ങൾ ഒന്നും ഉണ്ടാകുന്നതിന് മുൻപേ ബീഹാറിന് 11,500 കോടി. ഇതൊക്കെ ഏത് PDN-നെ സമർപ്പിച്ചിട്ടാണെന്ന് ശ്രീ പത്മനാഭൻ പറയുമായിരിക്കും ഈ ചർച്ചയിൽ. അല്ല ഗോപി, ഇതിലൊരു പ്രശ്നമേ, കേരള സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കാം, അതിൽ ഫാക്ച്വൽ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾക്കും വിമർശിക്കാം. പക്ഷേ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമേ, ഈ ബീഹാറിനും ആന്ധ്രയ്ക്കുമൊക്കെ പാക്കേജ് കൊടുക്കുന്നതിന് കാരണമുണ്ട്. കാരണം മോദിയുടെ തലയും വായും കൈയും കാലും ഒക്കെ ഈ ചന്ദ്രബാബു നായിഡുവിൻ്റെയും അതുപോലെ നിതീഷ് കുമാറിൻ്റെയും ഒക്കെ കക്ഷത്തിലും ഒക്കെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പാക്കേജ് പ്രഖ്യാപിക്കും. ഞാൻ ചോദിക്കുന്നത്, കേരളം ഇവർക്ക് ഒരു കൺസേൺ ആയിട്ടുള്ള ഒരു സംസ്ഥാനമല്ലേ? മണിപ്പൂരും കേരളവും ഒന്നും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളല്ലേ? ഇവിടെ നിയമത്തിന്റെ കുറെ വകുപ്പുകൾ അദ്ദേഹം വായിക്കും. നിയമം മാത്രമല്ല മാഷെ നടപ്പാക്കേണ്ടത്, നീതി കൂടി നടപ്പാക്കണം, നീതി പുലരണം. ഏത് നിയമത്തിന്റെ ഏത് വകുപ്പ് വെച്ച് നിങ്ങൾ ന്യായീകരിച്ചാലും ഈ കേരളത്തിലെ ജനങ്ങളോട് നീതിപൂർവമായ ഒരു സമീപനം എടുക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചോ? അല്ല, താങ്കളൊന്ന് നിർത്തുന്നത്, ഞങ്ങൾ പറയട്ടെ. ആര് പാസ്സാക്കിയാലും മോശപ്പെട്ട നിയമമാണെങ്കിൽ നിങ്ങൾ എന്താ തിരുത്താൻ? ആര് പാസ്സാക്കിയതാണ് നിങ്ങൾ തിരുത്താതിരുന്നത്? മോശപ്പെട്ട നിയമമാണോ? മോശപ്പെട്ട നിയമമാണോ? ഈ പരാതി ഉണ്ടായിരുന്നു. താങ്കൾ നിർത്തുന്നേ, ഞങ്ങൾ പറയട്ടെ. താങ്കൾ കുറെ കഥയൊക്കെ പറഞ്ഞല്ലോ. ആര് പാസ്സാക്കിയ നിയമമായിരുന്നു? മോശപ്പെട്ട നിയമമാണെങ്കിൽ താങ്കൾ എന്തുകൊണ്ട് തിരുത്താതിരുന്നത്? താങ്കളുടെ സർക്കാർ കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചപ്പോൾ ഇത്തരത്തിലൊരു പരാതി വന്നിട്ടുണ്ടോ?
കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചപ്പോൾ നോട്ട് നിരോധിച്ചതിന്റെ പേരിൽ ഏതെങ്കിലും മനുഷ്യന്മാർ തെരുവിൽ മരിച്ചു വീണിട്ടുണ്ടോ? കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചപ്പോൾ ഏതെങ്കിലും മനുഷ്യർ കൊള്ളയടിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ടോ? ഇന്നലെ ഈ സംസ്ഥാനത്ത് മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് നികുതി പിരിവിലൂടെ പണം നടത്തിക്കുന്നു. എന്നിട്ട് ഒരു രൂപ പോലും ഈ സംസ്ഥാനത്തിന് കൊടുക്കുന്നില്ല. ഒരു ഉളുപ്പമില്ലാതെ ബിജെപിയുടെ പ്രതിനിധി വന്ന് ന്യായീകരിക്കുകയാണ്. 3.5 കോടി ജനങ്ങളോട് മറുപടി പറയണമെന്നേ. നിങ്ങൾക്ക് മറുപടി പറയണ്ടേ? എന്താ ബിജെപിയുടെ നിലപാട്? കേന്ദ്ര സർക്കാർ വയനാട് അല്ല, ശ്രീ പത്മനാഭൻ, വളരെ സ്ട്രെയിറ്റ് ആയതും ലളിതമായതുമായ ഒരു ചോദ്യം ജിൻഡോ ജോൺ ചോദിച്ചു. വയനാട്ടിലെ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ദുരന്ത ബാധിതരുടെ കാര്യത്തിൽ എന്താണ് BJPയുടെ നിലപാട്? അവിടുത്തെ ജനങ്ങൾക്ക് ദുരിതാശ്വാസം വേണം എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? മതിയായ പുനരധിവാസം നടപ്പാക്കണം എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ 2 കേന്ദ്രമന്ത്രിമാർ ഇവിടെ ഉള്ളപ്പോൾ ഈ കേന്ദ്രത്തിന്റെ സഹായധനം വയനാട്ടിൽ ഈ ദുരന്തം അനുഭവിക്കുന്ന പാവപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തണം എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? പ്രധാനമന്ത്രി വന്ന് കണ്ട് കണ്ണീർ തൂകിപ്പോയ ആ നാട്ടിലെ ജനങ്ങൾക്ക് ചികിത്സയടക്കമുള്ള കാര്യങ്ങൾക്ക് വഴിമുട്ടി നിൽക്കുമ്പോൾ കേന്ദ്രത്തിന്റെ ഒരു കൈത്താങ്ങ് കൊടുക്കണമെന്ന അഭിപ്രായം സംസ്ഥാനത്ത് BJPക്ക് ഉണ്ടോ? ആ ചോദ്യത്തിന് എന്താണ് താങ്കളുടെ മറുപടി? പറയാം. ആദ്യം പ്രശാന്ത് പത്മനാഭ, താങ്കൾ ഒരു മുതിർന്ന വക്കീലല്ലേ? നിങ്ങളിത് വായിച്ചു നോക്കിയിട്ടില്ല? റിലീഫിന് 1970 ഇൻസ്ട്രക്ഷൻ ബാധകമല്ലെന്നോ? ഫോർ ദി മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ, മെയിൻ്റനൻസ് ഓഫ് എസെൻഷ്യൽ സർവീസസ്, ഡിസാസ്റ്റർ റിലീഫ് ആൻഡ് അതർ ടൈപ്പ് ഓഫ് അസിസ്റ്റൻസ്, ആംഡ് ഫോഴ്സസ് ക്യാൻ ബി ആസ്ക്ഡ് ടു പ്രൊവൈഡ് ട്രൂപ്സ് ആൻഡ് എക്യുപ്മെന്റ്സ് ഫോർ എ ഫ്ലാഗ് മാർച്ച്, റെസ്ക്യൂ ആൻഡ് റിലീഫ്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് പൈസ ചോദിക്കാൻ ഇവർക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് അവർ ബില്ല് അയക്കുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞു ഒന്നും കൊടുത്തില്ല എന്ന്. ഹൈക്കോടതിയിൽ കേരള ഗവൺമെന്റ് എന്താ പറഞ്ഞത്? കേരള ഗവൺമെന്റ് പറഞ്ഞത് 394 രൂപ മുൻപാക്കിയും 145 രണ്ടെണ്ണം 290 ഞങ്ങളെ കൈവശം SDRF ഫണ്ടിൽ കേന്ദ്രത്തിൻ്റെതുണ്ട്. പക്ഷെ അതിന് മറ്റ് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ശ്രീ പത്മനാഭൻ, അത് SDRFിലെ കേന്ദ്ര സർക്കാർ കേരളത്തിന് കൊടുക്കേണ്ട വിഹിതമാണ്. എന്താണ് കേരളം ആവശ്യപ്പെട്ടത്? അടിയന്തരമായ ധനസഹായം, സ്പെഷ്യൽ പാക്കേജ്. താങ്കൾ നേരത്തെ പറഞ്ഞു ആന്ധ്രാപ്രദേശിലെയും അതല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലും അത് ബഡ്ജറ്റ് അലോക്കേഷൻ ആണെന്ന് പറഞ്ഞു. കേരളത്തിൽ 2 പ്രളയവും പ്രളയ സമാന സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് ബഡ്ജറ്റ് അലോക്കേഷനിൽ എന്താണ് കേരളത്തിന് കിട്ടിയത്? എന്താണ് കേരളത്തിന് കിട്ടിയത്? കനിമൊഴി ഇന്നലെ പ്രസംഗിച്ചില്ലേ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലെന്ന്? ഞാൻ ചോദിച്ചത് ത്രിപുരയ്ക്ക് 40 കോടി, ആന്ധ്രാപ്രദേശിനും തെലങ്കാനയ്ക്ക് 3448 കോടി, ബീഹാറിന് 11,500 കോടി അലോക്കേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ കേരളത്തിന് എന്ത് കൊടുത്തു കേന്ദ്ര സർക്കാർ എന്നാണ് ചോദിച്ചത്. രണ്ടാമത്തെ കാര്യം, ശ്രീ പത്മനാഭൻ, വയനാട്ടിലെ ജനങ്ങളുടെ കാര്യത്തിൽ എന്താണ് സംസ്ഥാനത്ത് BJPയുടെ നിലപാട്? കേന്ദ്ര സഹായം വേണമോ വേണ്ടയോ? കേന്ദ്രത്തിന്റെ സ്പെഷ്യൽ പാക്കേജ് വയനാട്ടിലെ ദുരന്ത ബാധിതർ അർഹിക്കുന്നുണ്ടോ ഇല്ലയോ? എന്താണ് അതിൽ അഭിപ്രായം? തമിഴ്നാട് പറയുമ്പോ ആന്ധ്ര പറയല്ല, ഓടല്ല. അല്ല, ഇത് പറഞ്ഞാൽ മതി. താങ്കൾ ഓടണ്ട, ഇത് പറഞ്ഞാൽ മതി. എന്താണ് നിങ്ങൾക്ക് കേരളത്തിലെ നിലപാട് പറഞ്ഞാൽ മതി. വയനാട്ടിലെ ആളുകൾക്ക് കേന്ദ്ര സഹായം കൊടുക്കണോ? ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞുതരാ. ചോദ്യം ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ പ്രസംഗിച്ച് പോയല്ല. ഞാൻ പറഞ്ഞുതരാ. കേരള ഗവൺമെന്റ് ആവശ്യപ്പെട്ട PDNA 588 പേജ് അവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇന്റർ മിനിസ്റ്റീരിയൽ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 153 കോടി രൂപ പാസ്സാക്കിയത്. അതിനു മുമ്പ് 145 കൊടുത്തു. ഇത് 2005 ആക്ട് പ്രകാരം ദുരന്തമുണ്ടായിട്ടല്ല പൈസ കൊടുക്കേണ്ടത്. ഓരോ സംസ്ഥാനത്തിനും ഓരോ വർഷവും ദുരന്തമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പൈസ കൊടുത്തോണ്ടിരിക്കണം കേന്ദ്രം. അത് 2005 ആക്ടിലെ പ്രൊവിഷനാണ്. 1800 കോടി രൂപയാണ് കേരളത്തിന് 5 വർഷത്തേക്ക് നീക്കിവെച്ചത്. അതിൽ 1300 ചില്വാനം കോടി രൂപ കേന്ദ്ര സർക്കാരും 300 ചില്വാനം കോടി രൂപ സംസ്ഥാന സർക്കാരും 400 ചില്വാനം കോടി രൂപ 492 കോടി രൂപ സംസ്ഥാന സർക്കാരും നീക്കി വെക്കണം. അത് വ്യവസ്ഥയാണ്. ആ 1300 ചില്വാനം കോടി രൂപ 2021 മുതൽ 26 വരെയുള്ള കാലത്ത് ഓരോ വർഷവും കുറേശ്ശെ അല്ല, അതൊക്കെ ശരി, SDRFിന് കൊടുക്കുന്നല്ല. ഇവിടെ ഒരു കേന്ദ്ര സംഘം വന്ന് പരിശോധിച്ചല്ലോ വയനാട്ടിൽ. ശ്രീ പത്മനാഭൻ, അവരൊരു റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൊടുത്തില്ലേ? എന്നിട്ട് എന്ത് സഹായധനം വയനാട്ടിലെ ജനങ്ങൾക്ക് നൽകി? ഓഗസ്റ്റ് 10 പ്രധാനമന്ത്രി വന്നു. ഓഗസ്റ്റ് 17 ദേശീയ ദുരന്ത നിവാരണ പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി കേരളം ആവശ്യപ്പെടുന്ന തുക ഇനം തിരിച്ചു നൽകി. എന്ത് നടപടി ഉണ്ടായി? അമിത്ഷാ ഒരു കത്തെഴുതി കൊടുത്തു പ്രിയങ്ക ഗാന്ധിക്ക്, ഒന്നും വേണ്ട രീതിയിൽ അറിയിച്ചില്ല. അല്ലാതെ വേറെ എന്ത് നടപടി ഉണ്ടായി? എന്ത് പൈസ കൊടുത്തു? എവിടെ പൈസ കൊടുത്തു? SDRFിന് കൊടുത്തല്ലാതെ വേറെ എന്ത് പൈസ കൊടുത്തു? താങ്കൾ കവല പ്രസംഗം നടത്തുന്നുണ്ട്. കേരളത്തിൽ
കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച് കേരളത്തിലെ 2 പഞ്ചായത്തിൽ സംഭവിച്ച ദുരന്തമാണെന്ന് ലഘൂകരിച്ച് മുൻ കേന്ദ്രമന്ത്രി ഇവിടെ പരാമർശം നടത്തി, ഇരട്ടത്താപ്പ് നടത്തി കേരളത്തിലെ ജനങ്ങളെ ഇരുട്ടിൽ നിർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് കവലപ്രസംഗം നടത്തേണ്ടത്. അത് ഇനിയും ഞാൻ നടത്തും. ശ്രീ സി ആർ നീലകണ്ഠൻ, അത് താങ്കൾ അതൊരു അല്പമെങ്കിലും ആത്മാർത്ഥത ഈ കാര്യങ്ങളിൽ വേണം. അത് അല്പമെങ്കിലും ആത്മാർത്ഥത ഈ കാര്യങ്ങളിൽ കാണിക്കണം. അപ്പോൾ മനസ്സിലാവും അത് കവലപ്രസംഗമാണോ അല്ലേന്ന്.